ഡെസ്പ് അടിച്ചിട്ട് നടക്കുക എങ്ങോട്ടാണോ ആവോ. ഈ പുള്ളിക്കാരെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു വന്നല്ലേ, വേറെ ഒന്നും വന്നില്ല. ഞാൻ നിങ്ങളെ വഴക്കൂറിഞ്ഞില്ല, നമുക്കത് ഫീലായി. അതിൽ നമ്മൾ രണ്ടാമത് വന്ന് പറഞ്ഞത് ഞാൻ വഴക്കൂറ. ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ സംസാരിക്കില്ല, അവരെ നോക്കി നമ്മുടെ പണി ഇതാണ്ട മാനേജർ നോക്കി നിൽക്കണണ്ട. ഹലോ ഗായ്സ്, ഞങ്ങൾ വീണ്ടും എത്തി. വേണ്ട ഒന്നും കൂടെ, ഞാൻ എന്തൊക്കെയോ ഹലോ ഗായ്സ്, ഞങ്ങൾ വീണ്ടും എത്തി. ബിജെആർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കേൾക്കാനല്ല, അവർക്ക് കേൾക്കാൻ പറ. സ്വാഗതം സ്വാഗതം. ഗൈസ്, അപ്പം ഇന്നത്തെ പരിപാടി അടുത്ത ഒരു ചെറിയ ട്രിപ്പായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് മാഡം പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് അടിമലത്തുറ. എന്താ അടിമലത്തുറ ബീച്ച്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അടിമലത്തുറ ബീച്ചിലാണ്. നമ്മളിപ്പോ കറക്റ്റ് മ്യൂസിയത്തിന്റെ സൈഡിലുള്ള റോഡ് വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 4 മണിയായി. എവിടെയാണ് വായിച്ചത്? 4 മണിയായി. അപ്പൊ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. എന്താ പോന്നേന്ന് പറ. പോണത് വെറുതെ ബീച്ച് കാണുന്നു, പഴയതുപോലെ നമ്മൾ കണ്ടന്റ് എടുക്കുന്നു, വരുന്നു. അങ്ങനെയല്ല, അന്ന് ലൈവില് സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈവ് ഇട്ടതിൽ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ അടിമലത്തുറ ബീച്ചിലോട്ട് വാ ചേട്ടാ, വാ ചേട്ടാ, വാ ചേട്ടാ. ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. കഴിഞ്ഞ ലൈവിലായപ്പോൾ ചേച്ചിക്ക് വരാൻ വയ്യായിരുന്നു. നമ്മളുടെ മഴക്കോളും മഴയൊക്കെ ആയതുകൊണ്ട് വരാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവൻ ലൈവ് ഇരുന്നോണ്ട് പറഞ്ഞു, ആ ചേച്ചിയും പിടിച്ച് വലിച്ചിറങ്ങിക്കൊണ്ട് വാ ചേട്ടാ, വാ ചേട്ടാ. എന്തോന്ന് ചേച്ചി ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അവന്റെ ID ഇന്ന് വരുന്നത് കിട്ടിയില്ല. ഇൻസ്റ്റ ID മെസ്സേജ് അയക്കാൻ വിചാരിച്ചു, പക്ഷെ അവന്റെ ID കിട്ടില്ല. അപ്പൊ നമ്മളത് ഓൺ ദ വേ ആണ്. ഇന്ന് അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ വരുമ്പം നമ്മൾ എപ്പോഴും 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. ആദ്യം എന്താ, കർത്താവിനെ കാണിച്ചോളൂ. കർത്താവേ കാത്തിരക്ഷിക്കണേ. ഫസ്റ്റ് നമ്മുടെ പള്ളി, അയ്യോ കർത്താവേപ്പ. സെക്കൻഡ് അള്ളാ കണ്ടാ, എല്ലാം അടിപൊളിയാണ് നമ്മളെ സൈഡാകുമ്പോ. പിന്നെ നമ്മുടെ ഗണപതിയെ കളിച്ച ഗണപതി കണ്ടാ, ഗണപതി. ഓ എന്ത് വീണു, ആകാശം കണ്ടാ പിടിച്ച നല്ല രസമായിരുന്നു ആകാശം. പിന്നെ നമ്മളെ ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ഉടനെ നമ്മൾ ഇവിടെയൊക്കെ നൈറ്റ് ലൈഫ് വരും അല്ലേ മാഡം? നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ സൈഡിലൊക്കെ ഇനിയിപ്പോൾ നൈറ്റ് ലൈഫ് ഉണ്ട്. നമ്മളിവിടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ 2 ഇടത്തേ ഉള്ളൂ. ഒന്ന് ശംഖുമുഖത്തും ഒന്ന് മാനവീയം. പിന്നെ നിറമങ്കര നൈറ്റ് ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, അവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. പാർക്ക് മാത്രമായിട്ടുള്ള നൈറ്റ് ലൈഫ് ആയിട്ടുള്ളതെന്നില്ല. പക്ഷെ അത് സെറ്റായി എടുത്തിരുന്ന അടിപൊളിയായിരുന്നേനെ. ഇപ്പൊ ഇനി ഇവിടെ ഈ സൈഡിൽ വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. പണി ഓൺ ദ വർക്കിലാണല്ലേ? അതുകൊണ്ട് കുത്തിപ്പൊളിച്ച കിട്ടേണ്ട, അതുകൊണ്ട് അങ്കിളുമാരൊക്കെ പണിയണണ്ട. ചേട്ടന്മാര് ഒന്ന് പണി ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ എന്നും വിചാരിക്കും, ഇവിടെ ഒരു പെങ്കൊച്ചു നിന്ന് കണ്ടന്റ് എടുക്കാന്ന് അറിയാൻ പറ്റും. പൈസ വെച്ചിട്ട് നമ്മളെ കണ്ണിലൊന്നും ഇങ്ങനത്തെ ആൾക്കാരൊന്നും പെടണല്ലോ എന്നാണ് ആലോചിക്കണം അല്ലേ? ഞാൻ അന്ന് കാണിച്ചത് റെഡ്ബി അങ്ങനെ എന്താണ് ആ കൊച്ചിന്റെ ID. ആ കൊച്ചു ചെയ്യണ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 രൂപ തരാം, ഇന്ന ചലഞ്ച് ഇത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കണം അങ്ങനെ. പക്ഷെ നമ്മളൊന്നും വരുമ്പോ കാണുമല്ലോ, എങ്ങനെയാലും 2 ചലഞ്ച് അടിച്ചിരുന്ന കുറച്ച് പൈസ കയറുന്നതിന്, പെട്രോൾ അടിക്കാനായിരുന്നാലും വല്ല കഴിക്കാനാ, കഞ്ഞി കുടിക്കാനൊക്കെ വല്ല, കഞ്ഞിയല്ല ചായ കുടിക്കാനെങ്കിൽ മന്തി കഴിക്കാൻ. അത് ഞാൻ വിചാരിക്കുന്നത് എന്റെ അടുത്ത് വിഷം തിരിക്കുന്ന സമയത്തൊക്കെ വന്നിട്ട് ഇത്ര സമയത്ത് ചലഞ്ച് തിന്നാന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാൻ വിചാരിക്കും, നമ്മുടെ അടുത്തൊന്നും ആരും പറഞ്ഞില്ലല്ലേ. ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാരും പറയുന്നത്, നമ്മുടെ അടുത്തൊന്നും ഡാൻസ് കഴിക്കാൻ വന്നില്ലല്ലോ. അതും അങ്ങനെ നമ്മുടെ അടുത്തൊന്നും ഡാൻസ് കഴിക്കാൻ വരുന്നില്ല. അത് തന്നെ എന്റെ അഭിപ്രായം. എന്റെ അടുത്ത് ആരും വരുന്നില്ലല്ലോ. ഇപ്പം വല്ല മധുരം എന്നാണ് ഞാൻ കഴിക്കുന്നത്, വല്ല മന്തി അൽഫാമൊക്കെ ഉണ്ടെങ്കിൽ വാശ ഏറ്റി ചൊവുക്കനെ തിന്നിട്ട് പൈസ വാങ്ങിച്ചോണ്ട് പോകണം. 500 രൂപയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ സുഖം. കുറച്ച് കടം കൊണ്ട് കൊടുക്കാൻ, 500 കടം കൊടുക്കാണ്ട്. കഴിഞ്ഞ മാസത്തെ ബില്ല് അടയ്ക്കാനുണ്ട്. എനിക്ക് 500 ഉള്ളൂ. എന്താ ബസ്സാ? ബെൻസ് എന്റെ ഡ്രീം. എനിക്കിങ്ങനെ കുറച്ച് ഡ്രീം കാറുകളുണ്ട് കേട്ടോ. ഒന്ന് BMW, ഒന്ന് ബെൻസ്, പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ്, എനിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം മിനി കൂപ്പർ എടുക്കും. എനിക്ക് മിനി കൂപ്പർ മിനി കൂപ്പർ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത് പോക്കിരി രാജ് സിനിമയാണ് അറിയാം. പോക്കിരി രാജ, അതിൽ മമ്മൂക്കയുടെ കാർ അറിയാൻ പറ്റും, നീല ഒരു BMW പറഞ്ഞ അറിയാമോ മമ്മൂക്ക പറഞ്ഞത്? എന്നുവെച്ചാ എല്ലാം ഓപ്പൺ ആയിട്ട് തുറന്ന് എൻ്റെ അമ്മോ എന്ത് രസം അറിയാം കാറ് കാണാൻ. അതെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എടുക്കും ഒരു നാൾ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ ദാസാ. ഈ സമയത്തൊക്കെ ഇറങ്ങണ്ടായിരുന്നു. ഭയങ്കര ബ്ലോക്കും ചൂടും AC ഇട്ടിരുന്നാലും ചൂട്.
ഇതിങ്ങനെ പൊക്കി തുറന്നു വെച്ചാ വെയില് വിചാരിക്കും ആൾക്കാര്. വെറും ഷോ. ഗൈസ്, അപ്പൊ നമ്മൾ ഇനി നേരെ അടിമലത്തുറ ബീച്ച് എത്തിയിട്ട് കാണാം. ഓക്കെ സുഹൃത്തുക്കളെ വേണ്ട, ഗൈസ് വേണ്ട. ഞാൻ എത്ര ഗൈസ് എഡിറ്റ് ചെയ്ത് കളഞ്ഞോ പൊൻപിടി വ്ളോഗിലെ ആരാധകരെ, അയ്യോ എന്റെ മിത്രങ്ങളെ, മിത്രങ്ങളോ ഇതെന്താ, എന്റെ സഹോദരങ്ങളെ പോലെ എന്താ ദേശവാസിയോ അതും വേണ്ട. എൻ നെഞ്ചിൽ കുടിയിരിക്കും. അത് നമ്മളെ തളപതി മാത്രം പറഞ്ഞ. ഗൈസ് മതി, ഗൈസ് വേണ്ട. ശരി, ഒന്നും വേണ്ട. എന്റെ നാട്ടുകാരെ, നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ റോഡുകളിൽ ഇഷ്ടം പോലെ ഇങ്ങനെ മാങ്ങ പൈനാപ്പിൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു കൊതി, ഈ മാങ്ങകളെ കണ്ടതിന് ശേഷം ഒരു മാംഗോ ഷേക്ക് അടിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കൊതിയായി ചേട്ടാ. കൊതിയാണെങ്കിൽ പയ്യെ തുപ്പൽ പിടിച്ചിറക്കുക, ആദ്യം പിടിച്ച് ജ്യൂസ് കുടിക്കണ്ട, ഡയറ്റല്ലേ അതുകൊണ്ടാ. അപ്പം മാംഗോ ഷേക്ക് ഹെൽത്തി അല്ലേ? മാംഗോ ഷേക്ക് കുടിക്കാന്ന് വിചാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞപ്പോൾ ഹെൽത്തി ഷേക്കാണ്, പക്ഷെ മധുരം അത് കുടിക്കാമല്ലോ. ഭയങ്കര ഒരു കൊതി. ഞാൻ ഇന്നലെ രാത്രി കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു. ഇന്നലെ രണ്ടെണ്ണല്ലോ, ഒരെണ്ണം കുടിച്ച്, ഷേക്ക് ഒരു ചെറുതം കുടിച്ച്, പിന്നെ അല്ലാണ്ട് ഞാൻ ഒരെണ്ണം ഫുള്ള് കുടിച്ച്. നമ്മൾ എല്ലേശ്ശേരി അവിടെ നല്ല എന്നുവെച്ചാൽ ഫ്രഷ് മാങ്ങ ഷേക്ക് അടിച്ചാന്ന് വെച്ചാൽ എന്ത് ടേസ്റ്റ് എന്നറിയാം. അതിന്റെ മണം അടിച്ചപ്പം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമുക്കൊരു ഷേക്ക് അടിക്കാം എവിടെയെങ്കിലും ഷേക്ക് കട ഉണ്ടെങ്കിലേ അല്ലേ. ഹൈവേ കാണൂല, ഇനി അങ്ങോട്ട് കൊതിപ്പിച്ചു അല്ലേ. അല്ല, കാണും കടകള്, കടയില്ലാത്തത് ഇഷ്ടംപോലെ കടകളുണ്ട്, ഇഷ്ടംപോലെ കടകൾ. ഹൈവേയില് അവ എന്തിനാ കാണിക്കുന്നത്? പാട്ട് പാടുന്നു ഗായക. അയ്യോ പാട്ടൊക്കെ എന്തോ ട്രാവലേഴ്സ് ആണ് കേട്ടോ, വമ്പ ട്രിപ്പ്. ഹോൺ അടിച്ചപ്പോ എല്ലാം കൂടെ എല്ലാം നോക്കട്ടെ, പയ്യെ പോ നോക്കട്ടെ, നമുക്ക് അവരെ എന്തിരി പറയാൻ നോക്കട്ടെ. അജിത്ത് പോയവരെ എൻജോയ് ചെയ്ത് വരെ. നമുക്കിപ്പം നമ്മളിപ്പോ ടോളിന്റെ അവിടെ എത്തി. സംഭവം ഈ വണ്ടിക്ക് ഫാസ്റ്റ് ആക്കില്ല. വണ്ടി ഇപ്പം എടുത്തിട്ട് ഇപ്പം 3 മാസമോ 4 മാസമല്ലേ ആയുള്ളൂ. 4 മാസം ആയതുള്ളൂ. അപ്പോൾ RC ബുക്ക് ഇതുവരെ വന്നില്ല. അപ്പം നമ്മളിതാ ടോൾ ബൂത്തിന്റെ അവിടെ എത്തി. ചിലപ്പോഴേ നമുക്ക് ഇതിന്റെ അപ്പുറം കിടക്കാൻ പറ്റുള്ളൂ. ടോൾ ബൂത്ത് എത്തി. നമുക്ക് ഇവിടെ ഇവിടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇവിടെ നമുക്ക് എങ്ങനെ ഫാസ്റ്റാഗ് എടുക്കാൻ പറ്റുമോ? ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. നമ്മൾ മിഷൻ ഫെയിൽഡ് ആയി, കാരണം നമുക്ക് ഫാസ്റ്റാഗ് ഇല്ല. അപ്പോൾ ഇതിലൊരു കമ്പനി ഒരു ഫാസ്റ്റാഗ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് സ്റ്റിക്കറൊക്കെ ഇരുന്നത് എടുത്ത് കളഞ്ഞ കൂട്ടത്തിൽ എല്ലായിടത്തും കളഞ്ഞ്. അപ്പോൾ ഈ കാറ് ക്ലീൻ ചെയ്യണ സമയത്ത് അതും എടുത്ത് കളഞ്ഞ്. അപ്പോൾ അത് പോയി. അപ്പം ഇനിയിപ്പോൾ വേറെ ഒരു വഴി കൂടെ ചെന്നിട്ട് തിരുവല്ല വഴി കയറി അപ്പുറത്തെ ഒരു ജംഗ്ഷൻ ചെന്നിട്ട് അതിലേ അങ്ങ് കട്ട് ചെയ്ത് പോകണം. അത് വേറെ ഏതോ കാട്. അവിടെ പോയിട്ട് എന്തിരിയേ ഇതിഞ്ഞ് നേരെ നമ്മള് തിരുവല്ലത്തുനിന്ന് അകത്തോട്ടുള്ള വഴി കയറി നേരെ നമ്മള് ഇനിയിപ്പോ ബീച്ചിലോട്ട് പോകണം. കൺഫ്യൂഷൻ തീർക്കണമേ. സാധാരണ നമ്മൾ ആ വഴിയിൽ നിന്ന് ഇങ്ങനെയാണോ പറഞ്ഞത്, ഈ വഴിയിൽ നിന്ന് അങ്ങനെയാണോ പറഞ്ഞത്, ഇത് ഏത് വഴിയാണ്? പക്ഷെ പെട്ടെന്ന് എത്തിയതാ. അങ്ങനെ നമ്മൾ അടിമലത്തുറ ബീച്ച് എത്തി. ഫൈനലി അല്ലേ, ഗോട്ട് ഇറ്റ്, ഹോഴ്സ് ഇറ്റ്. അവസാനം അടിമലത്തുറ ബീച്ച് വന്നിട്ട് നമ്മൾ കട്ട്ലറ്റ് ഷേക്കും കിട്ടി. എന്ത് കഴിച്ചാലും താൻ പാതി ദൈവം പാതി എന്നാണ്. അടിമലത്തുറ ബീച്ചെത്തി. കുറച്ച് നേരത്തെയാന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ അല്ല, ആണ് ഇന്ന് ആരുമില്ല, വീക്ക് ഡേ അല്ലേ. ആണ്ട് കുറെ ഷൂട്ട്, ബ്രൈഡൽ ഷൂട്ടൊക്കെ അവിടെ ഒരു ഷൂട്ട് അടക്കെയാണ്. ബീച്ചിലോട്ട് ഇറങ്ങാൻ അവിടെയൊക്കെയാണ്. അവിടെ കപ്പല്, കപ്പൽ കിടക്കണം കേട്ടോ. അതോ ഇവിടെ നിന്ന് അത് കാണാൻ പറ്റില്ല, അങ്ങോട്ട് കാണിച്ചു തരാം. എന്തോ നീലാകാശം, പച്ച തറയും ചുവന്ന മണ്ണോ, കറക്റ്റ് സെറ്റ് കേട്ടത്. ഗൈസ് അവിടെ ഒരു ഷൂട്ട് കിടക്കണം കേട്ടോ. അങ്ങോട്ട് ഇട്ടാൽ മതിയായിരുന്നു വണ്ടി. നമുക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിന്റെ ഇടയിൽ നമുക്ക് എടുക്കാൻ പാടില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ടേ തിരിച്ചു പോകണതാണ് എളുപ്പം. നല്ല കാർഡിയോ അല്ലായിരുന്നു. നല്ല കാറ്റല്ലേ, ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ പിള്ളേരെ കളിക്കണതാണ് എന്ത് രസമല്ലേ. നമ്മളെ കുട്ടിക്കാലം ഞാൻ പറഞ്ഞ നമ്മളെ കുട്ടിക്കാലം ഓർമ്മ പറഞ്ഞു. കുട്ടിക്കാലങ്ങൾ പിള്ളേരൊക്കെ നേരിച്ച ഫുട്ബോൾ കളി.
അടിയറ കോള്. എന്ത് രസവും ക്ലൈമറ്റും. പിന്നെ അത് റിസോർട്ടാണ് അതാ കാണുന്നത്, അടിമലത്തുറ ബീച്ച് റിസോർട്ട്. പക്ഷെ എനിക്കാണ് ഈ സമയത്ത് വന്നാൽ കൊള്ളാമല്ലേ, നല്ല രസമുണ്ട് ഇവിടെ. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ വെയിൽ കുറവാണല്ലേ, എന്നാൽ ചൂടും ഇല്ല. ശിവനെ കാണാൻ അടിപൊളിയില്. ശിവൻ അവിടുത്തെ കപ്പൽ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് ലോങ് കാണിക്കാൻ പറ്റില്ലേ, കപ്പൽ കാണിച്ചു തരായിരുന്നു. കപ്പൽ വന്ന് കിടക്കണം അവിടെ ഒരെണ്ണം. പിന്നെ എന്താണ് പറ, നിങ്ങൾ പറ അല്ലേ മാഡം, എന്താണ് പറയാനുള്ളത്? നമ്മൾ പോണ മറ്റേ ബിഗ് ബോസ് മൈ ബോസ് സിനിമ ഉണ്ടല്ലോ, ദിലീപും അവളെ പേരെന്തിന്, മമത ബോസ്. മമത ബോസാണ്, മമിത മോഹൻദാസാ, അതുപോലെ ഇരിക്കണല്ലേ നമ്മള്. നമ്മള് ക്യാരക്ടർ അങ്ങനെയാണ്, മനസ്സിലായ? ഞാൻ കൈയും വീശി നടക്കും, മാഡം ബാഗൊക്കെ തൂക്കി നടക്കും. അതന്നെ. അയ്യോ അരേ വാ. ആണല്ലോ നാണം കിടന്നതിന് കണ്ണാടി തരൂ. ഇല്ല. അയ്യോ ഇനി അതും കൂടെ എടുത്തോണ്ട് വെക്കോ. ഒരു കാര്യം ചെയ്യാം, കണ്ണാടി ഒരു ബാഗ് എടുത്താലേ കൂടെ ഇട്ടാടാ. വേണ്ട. സിമിതോ അതുവരെ നടക്കണം. എന്താണ് പറയാനുള്ളത് ഇനി ഈ അടിമലത്തുറ ബീച്ചിനെ പറ്റി? ഭയങ്കര ഭംഗിയാണ് ഈ ബീച്ചല്ലേ, പക്ഷെ ഭയങ്കര രസമാണല്ലേ. പക്ഷെ നമുക്ക് നമ്മളവിടെ ദൂരം, നമുക്ക് ഇത്രയും ദൂരം ഇങ്ങ് വരാൻ പറ്റില്ലല്ലേ. സത്യം പറയല്ലേ, നമ്മളെ ശംഖുവൊക്കെ വെച്ച് നോക്കണമെങ്കിൽ എന്തിനു പറയും, ശംഖുവും വെച്ച് നോക്കാൻ പറയാൻ പറ്റില്ല. പക്ഷേ ശംഖുവും പകുതിയല്ലേ ഉള്ളൂ റോട്ട് ചെയ്ത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വിശാലമായിട്ട് ഇത്രയും മണ്ണ് കിടക്കണത് കണ്ട, ഇത്രയും മണ്ണും ഇത് ഇത്ര ഇങ്ങനെ കിടക്കണോണ്ട് ഇവിടെ ഭയങ്കര സൈലന്റുമാണ്, സെറ്റുമാണ്. വീക്കെൻഡ് തിരക്കുണ്ടെന്ന് തോന്നുന്നല്ലേ. പക്ഷേ ഇതുപോലെ തന്നെ വൃത്തിയിടാക്കാതിരുന്നാൽ മതി, മനസ്സിലായില്ലേ. ഒരു ബീച്ച് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് ഇതൊക്കെ. നമ്മളൊക്കെ ബീച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഇടയ്ക്കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടായിരുന്നു അന്നല്ലേ. അതാണ്ടേ അതിവിടെ മറ്റേ പൊഴി വെള്ളേ ചിലതൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ കെട്ടിയ കിടക്കണം. നമ്മൾ ഈ സൈഡിൽ കൂടി പോകുന്നത്, ഈ സൈഡാണോ ആ സൈഡാണോ? നമുക്ക് ഇനി ഈ സൈഡിലോട്ട് ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് ആ സൈഡിലോട്ട് നടക്കായി. വെള്ളത്തിൽ കൂടെ കിടക്കണം. അന്ന് നമ്മൾ വന്നപ്പോൾ മറ്റേ പട്ടം പറത്താനൊക്കെ ആളുണ്ടായിരുന്നു, അത് വേണ്ട. പക്ഷെ ഇന്ന് ആ പുള്ളിയെ കാണാനില്ല. അന്ന് നമ്മളിവിടെ വന്നപ്പോൾ അന്ന് നമ്മള് വെള്ളിയാഴ്ച മാറ്റാന്ന് തോന്നുന്നു. നമ്മള് അതിനൊരു അവധി ദിവസമാണ് വന്നില്ല, വെള്ളിയാഴ്ച അവിടെ മാസൊക്കെ ഉണ്ടായിരുന്ന ദിവസം. ശിവ ഇരിക്കണുണ്ടോ, മാറ്. ശിവ ഇരിക്കണുണ്ടോ? ശിവ എന്തോ അവിടെ കപ്പൽ കിടക്കുകയാണ്. കപ്പലല്ല അതാണ്ട് അത് രണ്ടെണ്ണം ദോ പോണ്. ഇത് കിട്ടില്ല കേട്ടോ ശിവ ഇരിക്കണത്. നമ്മൾ റിസോർട്ട് ഇതാണ്, റിസോർട്ട് സോറി ഇതല്ല ഇത്. പിള്ളേർ കളിക്കലുണ്ട് കേട്ടോ. നമ്മളൊക്കെ പണ്ട് ഇതിനൊക്കെ സ്കൂളൊക്കെ അടച്ച് പരീക്ഷ തീർന്നതിന് നമ്മൾ ഇറങ്ങും കളിക്കാൻ വേണ്ടിയിട്ട്, ഫുട്ബോൾ കളിക്കും. നമ്മൾ വിട്ടുടനെ പണ്ടൊക്കെ നമ്മൾ സ്കൂളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്കൂൾ കട്ട് ചെയ്തെന്ന് നമ്മൾ പരീക്ഷ കഴിഞ്ഞോണ്ട് നേരെ വന്ന് പയ്യന്മാരുടെ ഗ്രൗണ്ടിൽ പോണേണ്. സൂപ്പർ. എങ്ങനെ ചാടും? അയാൾ ഷൂസ് ആണല്ലേ. വാ പയ്യെ ഇറങ്ങാം വാ. അങ്ങോട്ട് അത്രയും ചുറ്റുണ്ടേ. ഇതിലെങ്ങനെ ഇങ്ങനെ പറ്റി നടന്നേ. അങ്ങോട്ട് പോയിട്ട് കറങ്ങി വരാം. അത്ര ഇനി വേണ്ടി നടക്കണ്ട, ഇതിലേക്ക് ഇറങ്ങാ. നനയണം ഇനിയെങ്കിലും കുളി വെള്ളം കാണു. അത് ദൈവമായിട്ടാണ് കൊണ്ട് വെള്ളത്തിൽ. ഇതിൽ ഞാൻ വെള്ളം കാണിക്കണം അല്ലേ? പായൽ കണ്ടോ? കാണിച്ചു കൊടുക്ക്. ഇത് ഈ പായൽ ഇതാണ് ആഫ്രിക്കൻ പായൽ, മനസ്സിലായോ? കറങ്ങി വരാം. ഇതൊക്കെ നമ്മളെ ഈ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ കാണുള്ളൂ, മനസ്സിലായ? ആഫ്രിക്കൻ പായൽ ഇസ് ദ മിഷൻ ഓഫ് ദ അണ്ടർഗ്രൗണ്ട് ഓഫ് ദ സിറ്റി. ബട്ട് വൈ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയും. ഇതാണ് നോക്ക്, ചെന്ന പായൽ ചെന്നിറങ്ങി കൂടി. നീ ഇവിടെ ആഴമില്ല എങ്കിൽ പിന്നെ അതിൽ ഇറങ്ങിക്കൂടെ? അപ്പറേ ആഴം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് കഴുത്തിന്റെ അതുവരെ വെള്ളം കിടക്കയില്ലേ? ഷൂസിന്റെ സൈസ് വരെ ഉണ്ടായിരുന്നു. ഷൂ നനയ്ക്കാൻ വയ്യെന്നങ്ങ് പറഞ്ഞാൽ പോലെ. അതെന്തല്ലേ പോതെ. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. ആകപ്പാട് അറിയാവുന്ന ഒരു But why? മീനിങ് എന്തെങ്കിലും അറിയോ? The coefficient എന്ന് വെച്ചാൽ രണ്ട് രാസവസ്തു സ്റ്റോപ്പ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടരുത്. പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്താ മതി. ഇവിടെ കുറച്ച് അങ്കിൾമാർ നമ്മുടെ അടുത്ത് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പുള്ളിക്കാരെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. അതിന് നമുക്കിപ്പോൾ ഇവരുടെ അടുത്ത് ചോദിച്ചുള്ള പ്രശ്നം എന്തിനാണ് ഇവരുടെ അടുത്ത്? ഇവിടെ കിടക്കുന്നവരുടെ അടുത്ത് ചോദിക്കണ്ട, വേറെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം. ഓക്കെ, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യ്.
അല്ല അങ്ങനെ എന്തിനാണ് ഇത്ര ഇതാവേണ്ട കാര്യം എന്തിനാണ്? അവരെ ഡിസ്റ്റർബ് ചെയ്യലോ. അയ്യോ മറ്റേ മതാമ പോയാ? പോയി. എവിടെ? നല്ലൊരു കണ്ടന്റ് നമുക്ക് കിട്ടിയതാണ്. കിട്ടിയില്ലായിരുന്നു. അല്ല കിട്ടിയതായിരുന്നു, പക്ഷെ കിട്ടിയില്ല. യാദൃച്ഛികമായി നമ്മളിൽ നിന്ന് അത് പോയി. അത് സംഭവം അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഫോറിനേഴ്സൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അല്ല അവര് മറ്റേ റിസോർട്ടിലുള്ള ഫോറിനേഴ്സ് ആണ്. വാ ഇനിയിപ്പം വേറെ ആരെങ്കിലൊക്കെ കിട്ടുമോ നോക്കാം. അങ്ങളെ ഇപ്പം നേരത്തെ ഒന്ന് വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞു? അല്ല അങ്ങനെയല്ല, നമ്മളിങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടിയായിരുന്നു. നമ്മളിങ്ങനെ ഞാൻ ചെയ്യണം, നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ അറിഞ്ഞിടാത്ത ആൾക്കാരുടെ ഇങ്ങനെ ഡാൻസ് കളിക്കും. അപ്പം അങ്ങനെ ചോദിച്ചു വന്നല്ലേ, വേറെ ഒന്നും വന്നില്ല. ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞില്ല, നമുക്കത് ഫീലായി. അതിൽ നമ്മൾ രണ്ടാമത് വന്ന് പറഞ്ഞത്. ഞാൻ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ സംസാരിക്കില്ല, അവരെ നോക്കി നമ്മുടെ പണി ഇതാണ്ട മാനേജർ നോക്കി നിൽക്കണണ്ട. അപ്പം നിങ്ങൾ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാൻ ആരാ നിൽക്കണം. അപ്പം നമുക്ക് എന്താ മറുപടി പറയാൻ പറ്റും? നിങ്ങൾ എന്നല്ല നമ്മൾ ആരെയും ഇവിടെ അനുഭവിക്കില്ല. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം, ഒരു കുഴപ്പമാണ്. നിങ്ങൾ അവിടെ നിന്ന് അവരെ പെർമിഷൻ വാങ്ങിച്ചോണ്ട് നമ്മൾ ഓക്കെ, നമുക്കൊന്നും മിണ്ടില്ല. അതെ, നമ്മളിവിടുത്തെ ജോലിക്കാരാണ്. നമ്മളെ നാളെ വരണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് പോകും. പിന്നെ നമ്മളെ വേറെ അടുത്തൊരു ജോലി തിരക്കേണ്ടി വരും. അതാ നിങ്ങളെ ഞാൻ വഴക്ക് പറഞ്ഞില്ലല്ലോ. സോമഞ്ചേരി അല്ല ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ വഴക്കുറഞ്ഞ് ഇല്ല. നിങ്ങള് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ വന്നെന്ന് പറഞ്ഞാണ് ഞാൻ മറയിക്കാൻ പറഞ്ഞത്. അതിനല്ല നമ്മളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നിങ്ങൾ എന്തിനു വന്നെന്ന് എനിക്ക് അറിഞ്ഞോളല്ലോ. അങ്കിൾ എവിടെ താമസിക്കണം? ഞാൻ ഇവിടെ ഉള്ള തന്നെ, എൻ്റെ നാട് തന്നെ. പിന്നെ ശരി. ഞങ്ങൾ അവിടെ നിന്നപ്പം ഇവരുടെ അടുത്ത് ഇങ്ങനെ മദാമ്മമാരടുത്തൊന്നും ഇങ്ങനെ ചോദിച്ചിട്ടെന്ന് പറഞ്ഞാൽ പുള്ളി വന്ന് വഴക്ക് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കത് ആദ്യം കേട്ടപ്പോൾ ഫീലായിരുന്നു. നമ്മൾ ഒന്നും വന്ന് പറഞ്ഞതൊന്നുമില്ല, പെട്ടെന്ന് അങ്കിൾ വന്ന് പറഞ്ഞ ഫീലായി. അപ്പോൾ ഞാൻ പോയി അങ്കിളിൻ്റെ അടുത്തൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് റേസായി. അപ്പോൾ എനിക്ക് എന്നെ വീണ്ടും രണ്ടാമത് തോന്നി, അവർ ജോലിയല്ലേ അവർ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനൊന്ന് രണ്ടാമത് സോറിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓക്കെ ആയി സെറ്റായി. അമ്പോ ശോകം എന്ന് പറഞ്ഞാൽ വമ്പൻ ശോകം. അടിമലത്തുറ വന്നിട്ട് ഒരു കണ്ടന്റ് പോലും കിട്ടിയില്ല. അയ്യോ, ഞാൻ ഇനി ഇവിടെ പറഞ്ഞില്ല, ഞാൻ പോവാം. വാ, ഇനി ഇവിടെ ആരും ഇല്ല എടുക്കാൻ. കഴിഞ്ഞ പ്രാവശ്യവും ശോകമായിരുന്നു അല്ലേ? നമ്മളിവിടെ വരുമ്പോൾ എല്ലാം ഫ്ലോപ്പുകളാണ്. പയ്യന്മാരായിരുന്നാലും ശരി തന്നെ, എല്ലാം വീഡിയോയ്ക്ക് വരുമ്പോൾ എല്ലാവർക്കും നാണം പോലെ ചമ്മല്. വാ പോവാം. ഞാനും ഔട്ട് ഡൗൺ ആയി. അപ്പോൾ സമയം എത്രയാ? 6:05. 5. ഗൈസ് വൺ ശോകം കേട്ടോ. അടിമലത്തുറ ബീച്ച് വന്നിട്ട് ഒന്നും കിട്ടിയില്ല. സാധാരണ ആരെങ്കിലുമൊക്കെ എസ് പറഞ്ഞാണ്. നിങ്ങൾ എന്തിനു പറയാം? നിങ്ങളെന്തിനാ നമ്മളെന്തിനു പറയാം? നമ്മളെന്ത് പറയാല്ലേ? എത്ര പേരെടുത്ത് ചോദിച്ചു? കുറേ പേരെടുത്ത് ചോദിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. മൊത്തത്തിൽ ശോകം. എന്താ ആ ദിവസം? ചൊവ്വ പോലെ ആയിപ്പോയി. പോവാം പിന്നെ നമുക്ക്. ഇതാണൊക്കെ എത്ര പരാജയങ്ങൾ അല്ലേ? നമ്മളെ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുടിച്ചു നോക്കാം. അതെങ്കിലും നടന്നു. അയ്യേ, ഞാൻ ഉദ്ദേശിച്ചായില്ല. ഇന്നലെ കുടിച്ചെൻ്റെ ആയില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഗൈസ് വീണ്ടും കാണാം. ഓക്കെ, ബൈ.